സമുദ്രത്തിന്റെ അടിത്തട്ടിൽ കുമിഞ്ഞുകൂടുന്ന മാലിന്യത്തിന്റെ എണ്ണം ദിനം പ്രതി വർദ്ധിക്കുകയാണ്. ഇപ്പോഴിതാ പുതിയ പഠനമനുസരിച്ച് 11 ദശലക്ഷം മെട്രിക് ടൺ പ്ലാസ്റ്റിക് മാലിന്യമാണ് സമുദ്രത്തിനടിയിലുള്ളത്. ഓസ്ട്രേലിയാസ് നാഷണൽ സയൻസ് ഏജൻസിയും ടൊറന്റോ സർവകലാശാലയും ചേർന്ന് അടുത്തിടെ നടത്തിയ പഠനത്തിലാണ് ഈ കണ്ടെത്തൽ. സമുദ്രോപരിതലത്തിലുള്ള പ്ലാസ്റ്റിക് മാലിന്യത്തിന്റെ 100 മടങ്ങ് അളവിലുള്ള മാലിന്യം അടിത്തട്ടിലുണ്ടായേക്കാമെന്നാണ് ഗവേഷകർ പറയുന്നത്. പഠനത്തിന് പിന്നിലെ ഗവേഷക സംഘം ഇതേക്കുറിച്ച് വിശദമായി ഗവേഷണം നടത്തുകയും ചെയ്തു. ജീവികളുടെ ആവാസ വ്യവസ്ഥ, പ്ലാസ്റ്റിക് മലിനീകരണത്തിന്റെ വ്യാപ്തി, സമുദ്രത്തിന്റെ അടിത്തട്ടിന്റെ മൊത്തത്തിലുള്ള പ്രാധാന്യം എന്നിവ ഗവേഷണത്തിലൂടെ അവർ മനസ്സിലാക്കി. ഓരോ ദിവസവും ഒരു ഗാർബേജ് ട്രക്കിന്റെ അത്ര മാലിന്യം കടലിൽ എത്തുന്നുണ്ടെന്നാണ് വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ഇതോടൊപ്പം തന്നെ മറ്റൊരു ആഗോള പ്രശ്നവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. US നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷൻ ലോകത്തിലെ 4ാമത്തെ മാസ് ഗ്ലോബൽ ബ്ലീച്ചിംഗ് ഇവന്റ് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് സ്ഥിരീകരിച്ചു. ലോകമെമ്പാടുമുള്ള പവിഴപ്പുറ്റുകളുടെ വലിയ ഒരു ഭാഗം ഈ വർഷം റെക്കോർഡ് ചൂടുള്ള സമുദ്ര താപനിലകൾക്കിടയിൽ നിന്ന് നിറം മാറുന്നതായാണ് കാണപ്പെട്ടത്. ബ്ലീച്ചിംഗ് എഫക്ട് ഉള്ളതുകൊണ്ട് തന്നെ പവിഴപ്പുറ്റുകളുടെ അതിഭംഗിയുള്ള നിറം നേർത്ത വെള്ള നിറത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. പവിഴപ്പുറ്റുകളുടെ കാൽഷ്യം കാർബണേറ്റ് സ്രവങ്ങൾ കഠിനവും സംരക്ഷിതവുമായ തട്ടുകളായി കടലിനടിയിൽ കാണപ്പെടാറുണ്ട്. ഇത് നിരവധി വർണ്ണാഭമായ ഇനം ഏകകോശ ആൽഗകളുടെ ഭവനമായി പ്രവർത്തിക്കുന്നവയുമാണ്. ആ വർണ്ണാഭമായ പവിഴപ്പുറ്റിന്റെ സമൂഹമാണ് നിറം മാറിക്കൊണ്ടിരിക്കുന്നത്. ജലത്തിന്റെ താപനില ഉയരുമ്പോൾ വളരെ വർണ്ണാഭമായ ഈ പവിഴപ്പുറ്റുകളിലേക്ക് സമ്മർദ്ദം വരുന്നു. അങ്ങനെ സംഭവിക്കുമ്പോൾ അവർ അവരുടെ ആൽഗകളെ പുറന്തള്ളുന്നതിലൂടെ നിറം മാറ്റം നേരിടും. ഇതാണ് സംഭവിക്കുന്നത്. ചുറ്റുമുള്ള ജലം പരമാവധി ശരാശരി താപനിലയേക്കാൾ കുറഞ്ഞത് 1 ഡിഗ്രി സെൽഷ്യസ് ചൂടാകുമ്പോൾ, അല്ലെങ്കിൽ പവിഴപ്പുറ്റുകൾ ഉപയോഗിക്കുന്നതിന്റെ ഏറ്റവും ഉയർന്ന താപനില 4 അതിലധികമോ ആഴ്ചകൾ നിലനിൽക്കുമ്പോൾ പവിഴപ്പുറ്റുകൾ സാധാരണയായി ബ്ലീച്ച് ചെയ്യാൻ തുടങ്ങുമെന്നാണ് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത്. ഭൂരിഭാഗം പവിഴപ്പുറ്റുകളും ആഴം കുറഞ്ഞ വെള്ളത്തിലാണ് വസിക്കുന്നത്. അവിടെ കാലാവസ്ഥാ താപം ഏറ്റവും പ്രകടവുമാണ്. ഇങ്ങനെ നിറം മാറുന്നത് സമുദ്രത്തിന്റെ ആരോഗ്യത്തെ ബാധിക്കുകയും ജനങ്ങളുടെ ഉപജീവനത്തെ ബാധിക്കുകയും ചെയ്യുമെന്നും പറയുന്നുണ്ട്. സമുദ്രത്തിനടിയിൽ നീണ്ടു നിൽക്കുന്ന കടുത്ത ചൂട് പവിഴപ്പുറ്റുകളുടെ ജീവൻ തന്നെ ഇല്ലാതാക്കുമെന്നാണ് റിപ്പോർട്ടിലുള്ളത്. ഈ വർഷം കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും എൽനിനോ കാലാവസ്ഥാ പാറ്റേണിന്റെയും പ്രത്യാഘാതങ്ങൾ സമുദ്രത്തിലെ ചൂട് കൂടുന്ന അവസ്ഥയിലേക്കാണ് എത്തിച്ചത്. അത് ഈ പവിഴപ്പുറ്റുകളെയും നന്നായി ബാധിച്ചിട്ടുണ്ട്. 2019 പ്രസിദ്ധീകരിച്ച ഗവേഷണമനുസരിച്ച് പവിഴപ്പുറ്റുകളുടെ കൂട്ട ബ്ലീച്ചിംഗ് സംഭവങ്ങളിൽ നിന്ന് അവയെ പൂർണ്ണമായി വീണ്ടെടുക്കാൻ കുറഞ്ഞത് 9 മുതൽ 12 വർഷം വരെ എടുക്കുമെന്നാണ് കണക്കാക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനം പരിമിതപ്പെടുത്താൻ ഹരിതഗൃഹവാതക ഉദ്വമനം കുറയ്ക്കുക എന്നതാണ് പവിഴപ്പുറ്റുകളുടെ അതിജീവിതത്തിനുള്ള ഏറ്റവും നല്ല അവസരം.